മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. എടക്കര മധുരകറിയൻ ജിബിനാണ് മർദ്ദനമേറ്റത്. ലഹരി ഉപയോഗിച്ചുവെന്നാരോപിച്ചാണ് മർദ്ദിച്ചത്. ഒരു 11 മണിയായപ്പോൾ അവനെന്ത് സ്കൂളിൽ വേണ്ടിയിട്ട് പോയി ഒരു പെനാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പെനാല് വാങ്ങാൻ പോയിക്കാണ്ട് മടങ്ങി വന്നപ്പോൾ അവൻ്റെ വണ്ടി അപ്പോൾ ഒരു കറണ്ട് സ്കൂട്ടിയാണ്. ഞാനൊരു കറണ്ട് സ്കൂട്ടി വാങ്ങിയിട്ടുണ്ട്. അവൻ മടങ്ങി വന്നപ്പോൾ എൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഈ കാട്ടിച്ചിറ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ അവൻ ചാർജ് കുത്താൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞു. ഈ ചാർജ് കുത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ വീട്ടുകാർ ഇവന് MDM ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് അങ്ങനെ ഇടക്കരന്ന് ഇവനെ ബാക്കിക്കാരെ വിളിച്ചുകാണ്ട് അവർ വന്ന പാടെ ഇവനിട്ടിക്കാണ്ട് നല്ലോണം അടിച്ചിക്കാണ്ട് ഒരു ഗ്രൗണ്ടിലിട്ടുകാണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഷഹദ്, ക്രൂരമർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. ഈ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പോയി, അവർ തെറ്റിദ്ധരിച്ച് ആക്രമിച്ചു. അങ്ങനെയാണോ ഷഹദ്? അങ്ങനെയാണ് റിജിത്ത്. കാരണം 24 വയസ്സാണ് ഈ യുവാവിന്. ജിബിന് 24 വയസ്സാണ്. പക്ഷേ ജിബിൻ്റെ ഇത്തരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ് ജിബിൻ പഠിക്കുന്നത്. അപ്പോൾ ശരീരപ്രകൃതിയിലും അതുപോലെ തന്നെ സംസാരത്തിലുമൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ജിബിനെ കാണുമ്പോൾ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലതാനും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു പോകുന്ന ഘട്ടത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജ് തീരുന്നു. അപ്പോൾ ഒരു വീട് കാണുന്ന ഘട്ടത്തിൽ ആ വീട്ടിൽ ഈ വാഹനം ചാർജ് ചെയ്യാനായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കയറി ചെല്ലുന്നത്. പക്ഷേ പരിചയമില്ലാത്ത ഒരാൾ ജിബിൻ്റെ സംസാര രീതി അതുപോലെ തന്നെ ജിബിൻ്റെ ഈ ഒരു ഇടപഴകുന്ന രീതിയൊക്കെ കണ്ടിട്ടാണ് ഈ വീട്ടുകാർ തെറ്റിദ്ധരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തൊട്ടടുത്ത ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. എന്നാൽ ജിബിൻ എന്താണ് പറയാനുള്ളതെന്നോ അല്ലെങ്കിൽ ജിബിൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നോ കേൾക്കാൻ ഈ ആക്രമിച്ച അല്ലെങ്കിൽ മർദ്ദിച്ച ആളുകൾ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് നന്നായിട്ട് മർദ്ദിക്കുകയും ഈ ജിബിന് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടടുത്ത ആശുപത്രിയിൽ ഈ കുടുംബാംഗങ്ങൾ കൊണ്ടുപോയി. സാരമായിട്ടുള്ള പരിക്കേറ്റിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഈ കുടുംബം പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ശരി, ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്.